കേരള സ്റ്റേറ്റ് പ്ലസ് വണ്ണിൻ്റെ മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: The figure shows the position time graph of a body moving along a straight line. Draw the velocity time graph of the body. ഓക്കെ, ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ആ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചെയ്യണം? വരയ്ക്കണം. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതിൽ നിന്നും നിങ്ങൾ എന്ത് വരയ്ക്കണം? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, ഈ ചാപ്റ്റർ പഠിച്ചവർക്ക് അറിയാമായിരിക്കും. പൊസിഷൻ ടൈം ഗ്രാഫ് എക്സ് ആക്സിന് പാരലൽ അല്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. അതായത് ഇവിടെ ടൈമാണ് 0 മുതൽ 5 സെക്കൻഡ് വരെ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. എക്സ് ആക്സിന് പാരലൽ അല്ലാത്ത സ്ട്രെയിറ്റ് ലൈനാണ്. അതുകൊണ്ട് തന്നെ ഇത് യൂണിഫോം വെലോസിറ്റിയാണ്. അതായത് 0 മുതൽ 5 വരെ, 0 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് 5 to 15 വരെ എക്സ് ആക്സിന് പാരലാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് എക്സ് ആക്സിന് പാരലാണെങ്കിൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും, അതായത് വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും സ്ട്രെയിറ്റ് ലൈനാണ്, അപ്പോൾ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഇവിടെ യൂണിഫോം വെലോസിറ്റി, ഇവിടെയും യൂണിഫോം വെലോസിറ്റി. അപ്പോൾ 0 മുതൽ 5 വരെയും 15 മുതൽ 20 വരെയും വെലോസിറ്റി സെയിം ആണ്. 5 മുതൽ 15 വരെ വെലോസിറ്റി 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാം, പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഓർക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ് തന്നാൽ അതിൽ നിന്നും സ്ലോപ്പ് കണ്ടുപിടിച്ചാലാണ് വെലോസിറ്റി കിട്ടുക. അപ്പോൾ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ആദ്യം 0 മുതൽ 5 വരെയുള്ള ടൈമിലെ വെലോസിറ്റി കണ്ടുപിടിക്കാം. കാരണം 0 മുതൽ 5 വരെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെ നിന്നാണ്. ഇവിടുത്തെ കോർഡിനേറ്റ് എഴുതുക 0 0 ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്. അടുത്ത് ഈ പോയിൻ്റ്, അവസാനത്തെ പോയിൻറ്റിലെ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 5. വൈ കോർഡിനേറ്റ് 10 ആണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ആദ്യം 0 തൊട്ട് ഇവിടെ നമുക്കൊരു പേരിടാം, ABC. ഇതിനെ നമുക്ക് O എന്ന് വായിക്കാം, OA. സ്ലോപ്പ് ഓഫ് OAയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പാണല്ലോ വെലോസിറ്റി. നിങ്ങൾക്കറിയാം ഫോർമുല y2 മൈനസ് y1/x2 മൈനസ് x1 ആണ്. y2 മൈനസ് y1/x2 മൈനസ് x1 ഈക്വൽ ടു y2 എന്ന് പറഞ്ഞാൽ ഇതാണ് x1 y1, ഇത് x2 y2. y2 എന്ന് പറഞ്ഞാൽ 10 മൈനസ് 0 ഡിവൈഡ് ബൈ x ആദ്യം കിടക്കുന്ന നമ്പറാണ്. 5 മൈനസ് 0 എത്ര കിട്ടും? 10/5. ആൻസർ 2. വെലോസിറ്റി ആണല്ലോ, അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ഏതൊട്ട് ഏത് വരെ? 0 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ. ഏതൊട്ട് ബി വരെയുള്ള വെലോസിറ്റി നമുക്കറിയാം. ഇവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും, കാരണം എക്സ് ആക്സിന് പാരലാണ്. ഈ ഫോർമുല വെച്ച് കണ്ടുപിടിച്ചാലും 0 തന്നെ കിട്ടും. അടുത്ത് 15 to 20, അതായത് BC, സ്ലോപ്പ് ഓഫ് BC. സ്ലോപ്പ് ഓഫ് BC എന്ന് പറയുന്നത് ഇവിടുത്തെ ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x15 അല്ലേ. x15ഉം y10ഉം ആണ്. സിയിലെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x20ഉം y ഇല്ല, y0 ആണ്. എക്സ് ആക്സിലെ പോയിൻറ്റിൻ്റെ പ്രത്യേകത y കോർഡിനേറ്റ് 0 ആയിരിക്കും. ശരി, അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ y2 മൈനസ് y1 ഇതാണ്, അവസാനത്തെ പോയിൻ്റ് ഇതാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ നിന്ന് സിയിലോട്ടാണ് വരിക. അപ്പോൾ ബി ആണ് സ്റ്റാർട്ടിങ്, സി ആണ് എൻഡിങ്. അപ്പോൾ ഇതിൽ നിന്ന് വേണം ഇത് മൈനസ് ചെയ്യാൻ. ഫൈനൽ പോയിൻറ്റിൽ നിന്ന് ഇനിഷ്യൽ പോയിൻറ്റ് മൈനസ് ചെയ്യണം. അപ്പോൾ 0 മൈനസ് 10 ഡിവൈഡ് ബൈ 20 മൈനസ് 50. 0 മൈനസ് 10 മൈനസ് 10, 20 മൈനസ് 50, 5. അതായത് -2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് കിട്ടി 0 മുതൽ 5 വരെ വെലോസിറ്റി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 0 മുതൽ 5 വരെ വെലോസിറ്റി മാറുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്, 2 മീറ്റർ പെർ സെക്കൻഡ്. 5 മുതൽ 15 വരെ വെലോസിറ്റി 0 ആണ്. 15 മുതൽ 20 വരെ വെലോസിറ്റി -2 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? വെലോസിറ്റി ടൈം ഗ്രാഫാണിത്. വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് 0 മുതൽ
5 വരെ വേണം അല്ലേ. 0, 5, 10, 15, 20 അല്ലേ. ഇവിടെ നമുക്ക് വെലോസിറ്റി 2 ഒക്കെ ആണല്ലോ ഉള്ളത്, 2 ഒക്കെ ആണുള്ളത്. അപ്പോൾ നമുക്ക് 1, 2 എന്ന് എഴുതാം. 1, 2, 3 അല്ലേ. നമുക്കറിയാം 0 മുതൽ 5 വരെ വെലോസിറ്റി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 0 മുതൽ 5 വരെ വെലോസിറ്റി 2 ആണ്. അപ്പോൾ 0 മുതൽ 5 വരെ വെലോസിറ്റി 2-ൽ തന്നെ നിൽക്കുന്നുണ്ട്, കോൺസ്റ്റൻ്റ് ആണ്. 0 മുതൽ 5 വരെ വെലോസിറ്റി 2 ആണ്. 5 മുതൽ 15 വരെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്, റെസ്റ്റിലാണ്. അപ്പോൾ 5 മുതൽ 15 വരെ വെലോസിറ്റി റെസ്റ്റിൽ ഇവിടെ കാണും. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്ത് ഡോട്ട് ഇട്ട് വരയ്ക്കാം. അത് കഴിഞ്ഞ് 50 മുതൽ 20 വരെ, 50 മുതൽ 20 വരെ -2 ആണ്. അയ്യോ, -2 ആണ്. അപ്പോൾ ഈ ആക്സ് ഇങ്ങോട്ട് വരയ്ക്കുക, താഴോട്ടും കൂടെ വരയ്ക്കുക, നെഗറ്റീവും കൂടെ നമുക്ക് വേണം അല്ലേ. അപ്പോൾ -1, -2, -3. അപ്പോൾ 50 മുതൽ 20 വരെ വെലോസിറ്റി -2 ആണ്. -2 ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. 0 മുതൽ 5 വരെ +2, 5 മുതൽ 15 വരെ 0, 15 to 20 -2. ഈ ക്വസ്റ്റ്യൻ തീരുന്നില്ല. ഈ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഡ്രാ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദ ബോഡി. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിലോട്ട് പോവാം. സെക്കൻഡ് പാർട്ട് ഇതാണ്. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ 20 സെക്കൻഡ്സ്. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ 20 സെക്കൻഡ്സ്. ഓക്കെ, ഈ നമ്മളിപ്പോൾ വരച്ച വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് അല്ല. ഓക്കെ, ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണല്ലോ നമ്മൾ വരച്ച വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. കാരണം വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഏരിയയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക അല്ലേ. ഇവിടുത്തെ ഏരിയ എത്രയാണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5 × 2. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇസിക്കൽ ടു ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 5 × 2. ലെങ്തിൻ്റെ പുറത്ത് 5 × 2, 5 × 2 പ്ലസ് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ്? ഏരിയ താഴോട്ടാണ്, എക്സ് ആക്സിൻ്റെ താഴോട്ടാണ്. അപ്പോൾ പ്ലസ് അല്ല, എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓർക്കുക, എക്സ് ആക്സിൻ്റെ മുകളിലുള്ള ഏരിയ പോസിറ്റീവും എക്സ് ആക്സിൻ്റെ താഴെയുള്ള ഏരിയ നെഗറ്റീവ് എന്ന് വേണം എടുക്കാൻ. ഇവിടെ എത്രയാണ്? 2 അല്ലേ. 2 അല്ല, സോറി, ഇത് 2, ഇത് 5. 2 × 5 തന്നെയാണ്. അപ്പോൾ 5 × 2. അപ്പോൾ എത്ര വരും? 10 - 10. ആൻസർ 0 മീറ്റർ എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ എക്സ് ആക്സിൻ്റെ മുകളിലുള്ള ഏരിയ പോസിറ്റീവും എക്സ് ആക്സിൻ്റെ താഴെയുള്ള ഏരിയ നെഗറ്റീവുമാണ്. പക്ഷേ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതും പോസിറ്റീവ് തന്നെയാണ്. ഇത് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നതെങ്കിൽ ഈ മൈനസിന് പകരം നിങ്ങൾ പ്ലസ് തരണം. ഡിസ്റ്റൻസ് ആണെങ്കിൽ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും പോസിറ്റീവ് എന്ന് തന്നെ എടുക്കണം. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ മുകളിലുള്ള ഏരിയ പോസിറ്റീവും താഴെയുള്ള ഏരിയ നെഗറ്റീവുമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ മൂന്നാമത്തെ പാർട്ടാണ്. From the velocity time graph of a body moving with uniform acceleration, deduce the velocity time graph relation and the velocity displacement relation. അല്ലെ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷനും വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷനും എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം അല്ലേ. ഡെറിവേഷനാണ്. അതായത് വെലോസിറ്റി ടൈം റിലേഷൻ, വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം അല്ലേ. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷനാണ് v = u + at. ഉണ്ടോ ഈ ഫോമുല? വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ ഈ ഫോമുലയും, പിന്നെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് v² = u² + 2as. ഈ രണ്ട് ഫോമുല നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. ഏതിൽ നിന്നും? വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് നിങ്ങളുടെ ടെസ്റ്റിലുള്ളതാണ്. ഓക്കെ, അവിടെ നോക്കൂ. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഇവിടെ ടൈം, ഇവിടെ വെലോസിറ്റി. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ആ വെലോസിറ്റിയാണ് ഇനിഷ്യൽ വെലോസിറ്റി u. ഇതിൽ നിന്നും ഇതിൻ്റെ വെലോസിറ്റി കൂടി വരും അല്ലേ. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതിവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി അതാണ് ഇവിടെ അല്ലേ. ഇവിടെ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി v. ഇത് ഇനീഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി. ശരി,
അപ്പോൾ ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് അവസാനം എത്തിച്ചേർന്ന ടൈമിനെ നമുക്ക് ടി എന്നെടുക്കാം. ടി. ഓക്കെ. അപ്പം ആദ്യം 0 എന്ന് പറയുന്ന ടൈമിൽ വെലോസിറ്റി u ആയിരുന്നു. കുറേ ടൈം കഴിഞ്ഞ് ടൈം കഴിഞ്ഞപ്പോൾ ഫൈനൽ വെലോസിറ്റി v ആയി. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. പറയാം, ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതിൽ നിന്ന് നമുക്ക് എഴുതാം ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, അതായത് v മൈനസ് യു ബൈ ടി. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഫോർമുല. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ടി എടുത്ത് ഇപ്പുറത്തിടുക. അപ്പോൾ ഇത് കിട്ടും AT ഈസ് ഈക്വൽ ടു v മൈനസ് യു. അതിൽ നിന്നും v ഈസ് ഈക്വൽ ടു മൈനസ് യു ഇപ്പുറത്ത് വരുമ്പോൾ u പ്ലസ് AT, അതായത് v ഈസ് ഈക്വൽ ടു u പ്ലസ് AT. ഇതാണ് നമുക്ക് വേണ്ട ആദ്യത്തെ ഇക്വേഷൻ. v ഈസ് ഈക്വൽ ടു u പ്ലസ് AT. ശരി, വളരെ സിമ്പിളാണ്. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഫോർമുല പറഞ്ഞാൽ മതി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. രണ്ടാമത്തെ ഫോർമുല, അതായത് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ അല്ലേ, അത് കണ്ടുപിടിക്കാനായി നിങ്ങൾക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതൊരു ട്രപ്പീസിയമാണ്. കാരണം ഈ സൈഡും പാരലാണ് അല്ലേ? രണ്ട് ഓപ്പോസിറ്റ് സൈഡ് പാരലായിട്ടുള്ള ക്വാഡ്രിലാറ്ററലിനെ പറയുന്ന പേരാണ് ട്രപ്പീസിയം അല്ലേ? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലായിരിക്കും. ഇതാ ഈ സൈഡും പാരലാണ്. ഇത് രണ്ടും പാരലല്ല, ഈ സൈഡും പാരലാണ്. അതുകൊണ്ട് ഇതൊരു ട്രപ്പീസിയമാണ്. ട്രപ്പീസിയത്തിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇത് O, ഇത് A, ഇത് B, ഇത് C അല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് S എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ ട്രപ്പീസിയമാണ് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. പാരലൽ സൈഡ് ഏതൊക്കെയാണ്? OAയും BC ആണ്. അപ്പോൾ OA പ്ലസ് BC ഇൻറ്റു ഈ പാരലൽ സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. എന്ന് പറയുന്നത് OC ആണ്. OC അല്ലേ? OC. ഹാഫ് ഇൻറ്റു OA പ്ലസ് OB പ്ലസ് OC ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു OA എന്ന് പറഞ്ഞാൽ എന്താണ്? OA എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. അപ്പോൾ OAയ്ക്ക് വരെ u പ്ലസ് BC എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി v ആണ്. അപ്പോൾ BCക്ക് പകരം v. ഇനി OC എന്ന് പറഞ്ഞാൽ അത് ട്രാവൽ ചെയ്യാനെടുത്ത ടൈമാണ്. അപ്പോൾ അതിന് പകരം t. അപ്പോൾ S ഈക്വൽ ടു ഹാഫ് ഇൻറ്റു u പ്ലസ് v ഇൻറ്റു t എന്ന് കിട്ടി. OA എന്ന് പറഞ്ഞാൽ u, BC എന്ന് പറഞ്ഞാൽ v, OC എന്ന് പറഞ്ഞാൽ t എന്നായതുകൊണ്ട് ഇങ്ങനെ കിട്ടി. ഇനി നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, ഇതിവിടെ ഇരിക്കട്ടെ, ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും നമുക്കിവിടെ ടിയുടെ ആവശ്യമില്ല. ടിയെ നമുക്കിവിടെ നിന്ന് ചേഞ്ച് ചെയ്യണം. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? v ഈസ് ഈക്വൽ ടു u പ്ലസ് AT ആയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ടി കണ്ടുപിടിക്കാം. അതായത് v മൈനസ് യു ഈസ് ഈക്വൽ ടു യുവിനെ അപ്പുറത്തോണ്ട് പോയാൽ v മൈനസ് യു ഈസ് ഈക്വൽ ടു AT എന്നും അതിൽ നിന്ന് t ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ A എന്നും കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 3. ഇതെടുത്ത് ഇതിലെന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിക്ക് പകരം v മൈനസ് യു ബൈ A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ S ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് v ഇൻറ്റു ടിക്ക് പകരം എന്ത് കൊടുക്കുക? v മൈനസ് യു ബൈ A. ഓക്കെ, ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. S ഈസ് ഈക്വൽ ടു യു പ്ലസ് v ഇൻറ്റു v മൈനസ് യു ഡിവൈഡ് ബൈ 2 ഇൻറ്റു A 2A. ഓക്കെ, ഈ u പ്ലസ് v ഞാൻ തിരിച്ചെഴുതുന്നു v പ്ലസ് യു. ഓക്കെ, u പ്ലസ് വിയും v പ്ലസ് യുവും ഒന്നാണല്ലോ. v പ്ലസ് യു ഇൻറ്റു v മൈനസ് യു ഡിവൈഡ് ബൈ 2A. അങ്ങനെ എഴുതാൻ കാരണം ഇതൊരു ഫോർമുല ആവാനാണ്. അതായത് A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി, v പ്ലസ് യു ഇൻറ്റു v മൈനസ് യു. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കറിയാം. S ഈസ് ഈക്വൽ ടു v പ്ലസ് യു ഇൻറ്റു v മൈനസ് യു. A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് പറയുന്നത് A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2A. ഇനി 2A അപ്പുറത്ത് കൊണ്ടുപോവുക. 2A അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 2AS ഇസ് ഈക്വൽ ടു v സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതൊന്നും നമുക്ക് ഈസി ആയിട്ട് എഴുതാം. v സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2AS. ഇതാണ് ഫോർമുല.
ഓക്കെ, വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ v = u + at എങ്ങനെ കണ്ടുപിടിച്ചു? ആക്സിലറേഷൻ = ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം വെച്ച് കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് എസ് കണ്ടുപിടിക്കാൻ ഏരിയ ഓഫ് ദ ട്രപ്പീസി എടുക്കണം. ഏരിയ ഓഫ് ദ ട്രപ്പീസി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നാണ്. പാരലൽ സൈഡുകളുടെ സമ്മും പിന്നെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഇവിടെ പാരലൽ സൈഡ് എന്ന് പറയുന്നത് ഈ പടം അനുസരിച്ച് പാരലൽ സൈഡ് എന്ന് പറയുന്നത് ഇത് യുവും ഇത് വിയുമാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടിയുമാണ്. അപ്പോൾ u + v × t എന്ന് വരും. ഇനി ഈ ടിയെ നമ്മൾ മാറ്റണം. ഈ ടിക്ക് പകരം v = u + at എന്ന് പറയുന്ന ഫോമുലയിൽ നിന്നും എന്ന് കണ്ടുപിടിക്കണം? ടി കണ്ടുപിടിക്കണം. ടി കണ്ടുപിടിക്കുമ്പോൾ v - u/a എന്ന് കിട്ടും. ആ ഫോമുല എടുത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മുകളിൽ a + b × a - b എന്ന് പറയുന്ന ഫോമുല വരും. അതിനെ v² - b² എന്ന് എഴുതുക. എന്നിട്ട് 2a എടുത്ത് അപ്പുറത്തിടുക. 2as അതിൽ നിന്ന് v² = u² + 2as എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ പാരലോഗ്രാം ലോ helps to find the magnitude and direction of the resultant of two forces. അല്ലേ, നമുക്കറിയാം പാരലോഗ്രാം ലോ ആണ് രണ്ട് വെക്ടറുകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ലോ, അതായത് പാരലോഗ്രാം ലോ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്കറിയാമല്ലോ സ്റ്റേറ്റ് ചെയ്യാൻ. പാരലോഗ്രാം ലോ സ്റ്റേറ്റ്സ് ദാറ്റ് if two vectors are represented both in magnitude and direction by the adjacent sides of a parallelogram drawn from a point, then the resultant vector is represented both in magnitude and direction by the diagonal of the parallelogram passing through the same point. ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. എന്താണ് മീനിങ്? രണ്ട് വെക്ടറുകളുണ്ടെങ്കിൽ അല്ലേ, if you are taking two vectors അല്ലേ, if two vectors are represented both in magnitude and direction by the adjacent sides of a parallelogram, ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡുകളായിട്ട് രണ്ട് വെക്ടറുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ, രണ്ട് വെക്ടറുകൾ ഇതൊരു പാരലോഗ്രാം, ഇതിനെ കംപ്ലീറ്റ് ചെയ്തൊരു പാരലോഗ്രാം വരയ്ക്കുക. ഈ പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡുകളായിരിക്കണം എന്തോന്നു, അഡ്ജസൻറ്റ് സൈഡുകളായിരിക്കണം രണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് വെക്ടറുകൾ. ഇത് എയും ഇത് ബിയുമാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പോയിന്റിൽ തന്നെ ഈ രണ്ട് വെക്ടറും മീറ്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ ഇതിൻ്റെ ഡയഗണലായിരിക്കും, ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്ന വെക്ടർ ആയിരിക്കും a + b. ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ഇതാണ്. If the magnitude of two vectors and their resultant are the same, what is the angle between the two vectors? If the magnitude of the two vectors and their resultant are the same, what is the angle between the two vectors? രണ്ട് വെക്ടറുകളുണ്ട്, ആ രണ്ട് വെക്ടറുകളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് വെക്ടറും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ കാണുമല്ലോ, ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അതായത് നമ്മുടെ കയ്യിൽ രണ്ട് വെക്ടറുണ്ട്, ആ രണ്ട് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിൽ ആ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? വളരെ എളുപ്പമാണ്. നമുക്ക് രണ്ട് വെക്ടറുകൾ എടുക്കാം. ഒന്നാമത്തെ വെക്ടർ എ, രണ്ടാമത്തെ വെക്ടർ ബി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടർ നമുക്ക് ആർ എന്ന് എടുക്കാം, റിസൾട്ടൻ്റ് വെക്ടർ ആർ. ആദ്യത്തെ വെക്ടർ എ, രണ്ടാമത്തെ വെക്ടർ ബി, റിസൾട്ടൻ്റ് വെക്ടർ ബി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും ആറിൻ്റെ മാഗ്നിറ്റ്യൂഡും എല്ലാം സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ മുകളിൽ ആരും ഇടാറില്ല, എയും ബിയും ആറും എല്ലാം എന്താണ്, സെയിം ആണ്. നമുക്കറിയാം രണ്ട് വെക്ടറുകൾ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ഒരു ഫോമുല ഉണ്ട്. എന്താണ്? r = √a² + b² + 2ab cos θ അല്ലേ. r = √a² + b² + 2ab cos θ. ഇവിടെ നമുക്ക് എയും ബിയും ആറും എല്ലാം എന്താണ്, സെയിം ആണ്. അപ്പോൾ നമുക്ക് r = എയ്ക്ക് പകരവും നമുക്ക് എന്ത് എഴുതാം? ആറൊന്ന് തന്നെ എഴുതാം. കാരണം എയും ബിയും ആറും എല്ലാം ഈക്വലാണല്ലോ. അപ്പോൾ എയ്ക്ക് പകരം 6 എഴുതാം, ബിക്ക് പകരവും 6 എഴുതാം, എല്ലാം സെയിം ആണ്. + 2 × എയ്ക്ക് പകരം 6, ബിക്ക് പകരം 6 cos θ. എല്ലാത്തിനെയും നമ്മൾ 6ലോട്ട് മാറ്റി. ശരി, അപ്പോൾ ഇതെങ്ങനെ വരും? അപ്പം r =
ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറിനെ നമുക്ക് 2r² എന്ന് എഴുതാം. പ്ലസ് അല്ലേ 2 ഇൻറ്റു ആറിനെ 2r² എന്ന് എഴുതാം അല്ലേ. 2r² കോസ് തീറ്റ 2r² കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ r = ഓക്കെ. ഈ റൂട്ട് മാറ്റാൻ വേണ്ടി ഈ റൂട്ടിനെ നമുക്ക് മാറ്റണം. റൂട്ട് കിടക്കുന്ന മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ r² വരും. അപ്പുറത്ത് സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോവും. റൂട്ട് പോയി എന്ത് വരും, 2r² പ്ലസ് 2r² കോസ് തീറ്റ എന്ന് വരും അല്ലേ. നമുക്ക് ഇതിന്ന് കോസ് തീറ്റ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് കോസ് തീറ്റ ഉള്ള ടൈം, അതായത് ഈ എന്നത് അവിടെ ഇട്ടിട്ട് ഈ 2r² ഇപ്പുറത്ത് കൊണ്ടുവരാം. അതായത് r² മൈനസ് 2r² = 2r² കോസ് തീറ്റ അല്ലേ. r² നിന്ന് 2r² കുറച്ചാൽ -r² അല്ലേ. നമുക്കറിയായിരിക്കും x നിന്ന് 2x മൈനസ് ചെയ്താൽ ആൻസർ -x ആണ്. അതുപോലെ r² നിന്ന് 2r² കുറച്ചാൽ -r² ആണ്. = 2r² കോസ് തീറ്റ അല്ലേ. ഇതിൽ നിന്ന് കോസ് തീറ്റ കണ്ടുപിടിക്കാം. കോസ് തീറ്റ = 2r² അപ്പുറത്ത് കൊണ്ടുപോകുക -r²/2r² അല്ലേ. അപ്പോൾ r² കട്ടായി പോവും. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടുക കോസ് തീറ്റ മൈനസ് ഇവിടെ മുകളിലൊന്നുണ്ട് -½ അല്ലേ. കോസ് തീറ്റ എപ്പോഴാണ് -½ ആവുക അല്ലേ. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കോസ് തീറ്റ -½ ആവുന്നത് 120 ഡിഗ്രിയിലാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഓർത്ത് വയ്ക്കുക, രണ്ട് വെക്ടറുകളുണ്ട്. അവയുടെ മാഗ്നിറ്റ്യൂഡും ആ രണ്ട് വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡും അവയുടെ സമ്മും സെയിം ആണെങ്കിൽ ആ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ഇതിങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, ഇത് ഓർത്ത് വയ്ക്കുക. കോസ് -½ ആവുന്നത് എത്ര ഡിഗ്രിയിലാണ്, 120 ഡിഗ്രിയിലാണ്. ശരി, ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ മൂന്നാമത്തെ പാർട്ട്, സി പാർട്ട്, ലാസ്റ്റ് പാർട്ടാണ് മൂന്നാമത്തെ പാർട്ട്. a - b വെക്ടർ a മൈനസ് വെക്ടർ b, a - b ക്രോസ് വെക്ടർ a പ്ലസ് വെക്ടർ b, a പ്ലസ് b. ഓക്കെ, ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് മൂന്നാമത്തെ പാർട്ട്. a - b ക്രോസ് a പ്ലസ് b. വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ഇൻറ്റു ചെയ്യുന്ന പോലെ ചെയ്യുക. അതായത് വെക്ടർ a കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇവിടെ ക്രോസ് ആണ്, ഇൻറ്റു അല്ല, ക്രോസ്. a ക്രോസ് a, വെക്ടർ a ക്രോസ് a അല്ലേ. വെക്ടർ a ക്രോസ് a. അടുത്ത് വെക്ടർ a ക്രോസ് വെക്ടർ b. വെക്ടർ എയും പോസിറ്റീവാണ്, വെക്ടർ ബിയും പോസിറ്റീവാണ്. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ്. വെക്ടർ a ക്രോസ് b, a ക്രോസ് b. അടുത്ത് -b ഇൻറ്റു പ്ലസ് a. മൈനസും പ്ലസും വന്നാൽ ഇൻറ്റു ചെയ്യാൻ വന്നാൽ മൈനസ് ആണ്. അപ്പോൾ -b ക്രോസ് a, -b ക്രോസ് a. അടുത്ത് -b ഇൻറ്റു പ്ലസ് b. എന്ത് വരും, -b ക്രോസ് b. ഒരിക്കലും b ഇൻറ്റു ബിയെ b² എന്നൊന്നും എഴുതി വയ്ക്കരുത്. ഇത് ക്രോസ് പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതേ a കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക. a ക്രോസ് a, a ക്രോസ് b. അത് കഴിഞ്ഞ് b കൊണ്ട് ഇൻറ്റു ചെയ്യുക. b ക്രോസ് a, b ക്രോസ് b. b കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, b നെഗറ്റീവ് ആയതുകൊണ്ട് അതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ശരി, ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് വെക്ടറുകൾ, ഒരുപോലുള്ള രണ്ട് വെക്ടറുകൾ തമ്മിൽ ക്രോസ് ചെയ്താൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഒരുപോലുള്ള രണ്ട് വെക്ടറുകൾ തമ്മിൽ ക്രോസ് ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. ഇനി a ക്രോസ് b എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് തിരിച്ചിടാൻ, അതായത് b ക്രോസ് a എന്ന് എഴുതാൻ പറ്റില്ല. a ക്രോസ് ബിയും b ക്രോസ് എയും സെയിം അല്ല. പക്ഷേ സെയിം ആക്കാം. എങ്ങനെ ആക്കണം, b ക്രോസ് a എന്ന് എഴുതണമെങ്കിൽ വെളിയിലൊരു മൈനസ് ഇടണം. a ക്രോസ് b എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചിട്ടാൽ b ക്രോസ് a എന്നായാൽ അതിൻ്റെ വെളിയിൽ എന്ത് വരും, ഒരു നെഗറ്റീവ് വരും. അപ്പോൾ എന്ത് കിട്ടും, a ക്രോസ് a എന്താണ് 0 പ്ലസ് a ക്രോസ് b ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ എഴുതുന്നു. a ക്രോസ് b, ഈ മൈനസ് മാറ്റാൻ വേണ്ടി b ക്രോസ് a ഞാൻ തിരിച്ചിടുന്നു. എന്തായി, a ക്രോസ് b. ഇതിനെ തിരിച്ചിട്ടാൽ ഒരു മൈനസും കൂടെ വന്ന് മൈനസും എന്താവും, പ്ലസ് ആവും. ഇനി b ക്രോസ് b എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, ഇതും 0 ഇതും 0, അതിനെ നമുക്ക് കളയാം. ബാക്കി a ക്രോസ് b പ്ലസ് a ക്രോസ് b, a ക്രോസ് b പ്ലസ് a ക്രോസ് b. ഇത് വരും 2 ഇൻറ്റു a ക്രോസ് b. a ക്രോസ് b പ്ലസ് a ക്രോസ് b എന്ന് പറയുന്നത് 2 ഇൻറ്റു a ക്രോസ് b ആണ് അല്ലേ. 2 a ക്രോസ് b ഉണ്ട്. അപ്പോൾ ഇതാണ് ആൻസർ.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു ഫിഗറാണ്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഒരു വെഹിക്കിളാണിത്. ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുകയാണ്. ആ വെഹിക്കിൾ ഓരോ സമയത്തും 0 സെക്കൻഡ്, 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, ഓരോ സെക്കൻഡും അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇത് മീറ്ററിലാണ് കൊടുത്തിട്ടുള്ള. മീറ്ററിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 0, 10, 20, 30, 40 എന്ന് അല്ലേ. ഇത് അതിൻ്റെ പൊസിഷനാണ്. 0 എന്ന് പറയുന്ന ടൈമിൽ അത് O എന്ന് പറയുന്ന പൊസിഷനിലായിരുന്നു. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് എയിലെത്തി, ബിയിലെത്തി, സിയിലെത്തി, ഡിയിലെത്തി. ഇതാണ് പടം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ എന്നാണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് ആ ടേബിൾ. ടൈം ടേക്കൺ 2 സെക്കൻഡ്സ് അല്ലേ, 2 സെക്കൻഡ്. ടൈം ടേക്കൺ 10 സെക്കൻഡ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഒയിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം. ഒയിൽ നിന്നും 2 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായി? 0 നിന്ന് 10 ആയി. അതാണ് 10 - 0 10 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്ന ടേബിൾ ബ്ലാങ്ക് ആണ്. വളരെ സിമ്പിളാണ്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ടൈം ഇവിടെ തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതായത് 10 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ്. ശരി, ഇവിടെയാണെങ്കിൽ 10 സെക്കൻഡ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഒയിൽ നിന്നും 10 സെക്കൻഡ് കഴിയുമ്പോൾ 10 സെക്കൻഡ് എവിടെയാണ്? അത് എവിടെയാണ് അല്ലേ. 10 സെക്കൻഡ് കഴിയുമ്പോൾ അത് എവിടെ എത്തും? 50 അല്ലേ. 10 സെക്കൻഡ് കഴിയുമ്പോൾ ഒയിൽ നിന്നും അത് 50-ലെത്തും. അതായത് 50 - 0 എത്ര മീറ്റർ ട്രാവൽ ചെയ്യും? 50 മീറ്റർ. ഇവിടെ എഴുതിക്കുന്നത് ശരിയാണ് കണ്ടോ. 50 ഡിവൈഡ് ബൈ 10 5 ആണ്. നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഇതുമാണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ ഇതിൽ നിന്ന് മനസ്സിലാവും 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴും 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴും അതിൻ്റെ വെലോസിറ്റി എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അത് തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈസ് ദ മോഷൻ ഓഫ് ദ ബസ് യൂണിഫോം ഓർ നോൺ യൂണിഫോം? ജസ്റ്റിഫൈ യുവർ ആൻസർ അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം വെലോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. ഓരോ 2 സെക്കൻഡ്, ആദ്യത്തെ 2 സെക്കൻഡിൽ 10 മീറ്റർ പോയി, അടുത്ത 2 സെക്കൻഡിൽ വീണ്ടും ഒരു 10 മീറ്റർ പോയി, അടുത്ത 2 സെക്കൻഡിൽ വീണ്ടും ഒരു 10 മീറ്റർ പോയി. അതായത് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ദെയർഫോർ ഇറ്റ് ഈസ് യൂണിഫോം വെലോസിറ്റി. എന്താണ് റീസൺ? ബിക്കോസ് ദ വെഹിക്കിൾ ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം അല്ലേ. ഓരോ 2 സെക്കൻഡിലും ഇത് 10 മീറ്റർ വെച്ച് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് യൂണിഫോം മോഷൻ ആണ് എന്ന് പറയാം. അടുത്ത സി പാർട്ട്, ഡ്രാ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ദ എബോവ് മോഷൻ. പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. വളരെ ഈസിയാണ്. പൊസിഷനും ഇവിടെ തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഗ്രാഫ് വരച്ചാൽ മതി. Y ആക്സിൽ പൊസിഷൻ, യൂണിറ്റ് എഴുതാൻ മറക്കരുത്, ബ്രാക്കറ്റിലെ മീറ്റർ. ടൈം എക്സ് ആക്സിൽ. ഇവിടെ നോക്കൂ, നമുക്ക് ടൈം വേണ്ടത് എത്ര തൊട്ട് എത്ര വരെയാണ്? 14 വരെ വേണം. 0 തൊട്ട് 14 വരെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് എത്രയാണ്? 0, 2, 4, 6, 8, 10, 12, 14, 16 അല്ലേ. ഇനി പൊസിഷൻ വേണ്ടത് എത്ര തൊട്ടുള്ള? പൊസിഷൻ വേണ്ടത് 0 തൊട്ട് 70 വരെയാണ്. ഇവിടെ എഴുതിക്കുമ്പോൾ നമുക്ക് 10, 20 എന്ന് തന്നെ എഴുതാം. അതാണ് ഏറ്റവും ഈസി. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? 10, 20, 60, 70. ഓക്കെ, ഇനി വളരെ എളുപ്പമാണ്. 2 സെക്കൻഡ് ആയപ്പോൾ 2 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 10. അപ്പോൾ 2ൽ 10 അല്ലേ. അപ്പോൾ 2ൽ 10 ഇതാ 2ൽ 10. 2ഉം 10ഉം വരുന്നിടത്ത് പോയിൻ്റ് ഇടുക. അടുത്ത 4ൽ 20 ആണ്. നമുക്ക് തന്നിട്ടുണ്ട് 4ൽ 20 ആണ്. അപ്പോൾ 4ഉം 20ഉം വരുന്നിടത്ത് പോയിൻ്റ് ഇടുക. 6ൽ 30 ആണ്. 6ഉം 30ഉം തമ്മിൽ പോയിൻ്റ് ഇടുക. ഇങ്ങനെ പോയിൻ്റ് ഇട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. നമുക്കറിയാമല്ലോ ഇത് യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റിയിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ഏറ്റവും അവസാനം ഡി പാർട്ട്. എ സ്റ്റുഡൻറ്റ് ഇൻ ദ സ്കൂൾ ബസ് നോട്ടീസസ് ദ സ്പീഡോമീറ്റർ ഓഫ് ദ ബസ്. വിച്ച് ടൈപ്പ് ഓഫ് സ്പീഡ് ഈസ് ഷോൺ ബൈ ദ സ്പീഡോമീറ്റർ. അപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരു കുട്ടി ആ ബസ്സിലെ സ്പീഡോമീറ്റർ അറിയാമല്ലോ. നമ്മളെ വണ്ടിയിൽ പോകുമ്പോൾ ആ വാഹനത്തിൽ ആ വണ്ടി പോകുന്ന സ്പീഡ് എത്രയാണെന്ന് കാണിക്കുന്ന ഒരു മീറ്റർ കാണും ഡ്രൈവറിൻ്റെ അടുത്തായിട്ട്. ആ മീറ്ററാണ് സ്പീഡോമീറ്റർ. ആ സ്പീഡോമീറ്ററിൽ എന്താണ് കാണിക്കുക? സ്പീഡാണ് കാണിക്കുക, വെലോസിറ്റിയാണ് കാണിക്കുക. ഏത് സമയത്തെ വെലോസിറ്റി? ആ സമയത്ത്, ആ പർട്ടിക്കുലർ സമയത്തുള്ള വെലോസിറ്റി. അതിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു വെഹിക്കിളിലെ സ്പീഡോമീറ്റർ കാണിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി അല്ലേ. ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തുള്ള വെലോസിറ്റി അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഒരു ക്വസ്റ്റ്യനും കൂടെ.
നാലാമത്തെ ക്വസ്റ്റ്യൻ, ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അത് നമുക്കറിയാമല്ലോ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അതിലെ ക്വസ്റ്റ്യൻ എ പാർട്ട്, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് ആക്സിലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി, എക്സ്പ്ലെയിൻ. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് ആക്സിലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? വെലോസിറ്റി ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതായത് വെലോസിറ്റി ഇല്ല, വെലോസിറ്റി 0 ആവുന്ന കേസിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ടാകുമെങ്കിലും ഇല്ലെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് എടുത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്ത് മുകളിലോട്ട് എറിയുമ്പോൾ അതിന് ആക്സിലറേഷൻ ഉണ്ട്. മുകളിലോട്ട് എറിഞ്ഞാലും ശരി, ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വന്നാലും ശരി, എർത്തിലോട്ട് വന്നാലും ശരി, എർത്തിൽ നിന്ന് മുകളിലോട്ട് പോയാലും ശരി, അതിന് ആക്സിലറേഷൻ ഉണ്ട്. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്ത് മുകളിലോട്ട് എറിയുമ്പോൾ അത് ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്താവും? 0 ആവും. അപ്പോൾ വെലോസിറ്റി 0 ആകുമ്പോഴും അതിനെന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഉണ്ട്. അതുകൊണ്ട് വെലോസിറ്റി 0 ആയാലും ചിലപ്പോൾ, എപ്പോഴും അല്ല, ചില സിറ്റുവേഷനിൽ ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ടാവാം. അതിന് എക്സാമ്പിളാണ് എന്തോന്നു? ഒരു ഒബ്ജക്റ്റ് എടുത്ത് മുകളിലോട്ട് എറിയുമ്പോൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണെങ്കിൽ കൂടെ അതിനെന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ എങ്ങനെ എഴുതും? യെസ്, ദ ബോഡി പൊസസ് ആക്സിലറേഷൻ ഈവൻ ദോ വെലോസിറ്റി ഈസ് 0. For example, if a body is thrown vertically upwards, has 0 velocity at its highest point, but at the highest point it has an acceleration equal to acceleration due to gravity. That's answer. In question number B, draw the velocity time graph of a moving object with uniform acceleration A and initial velocity V0. ഇത് നമ്മൾ മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. യൂണിഫോം ആക്സിലറേഷന് പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക. പക്ഷേ ഇനിഷ്യൽ വെലോസിറ്റി നമ്മളവിടെ U എന്നാണ് എടുത്തത്. നിങ്ങൾക്കറിയാം NCERT ടെസ്റ്റിൽ ഇനിഷ്യൽ വെലോസിറ്റി U അല്ല V0 ആണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിലും V0 എന്ന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് NCERT ടെസ്റ്റ് ഫോളോ ചെയ്യണമെന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഇനിഷ്യൽ വെലോസിറ്റി V0 എന്ന് പറയുന്നത് കൊണ്ട് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെ? വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റി U എന്ന് എഴുതരുത്, ക്വസ്റ്റ്യനിൽ തന്നെ V0 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് V0 എന്ന് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, യുവും ഇനിഷ്യൽ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ തന്നെയാണ്, എങ്കിലും V0 എഴുതുക, കാരണം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് V0 എന്ന്. ഓക്കെ, draw the velocity time graph of a moving object with uniform acceleration A and initial velocity V0. ഇതാണ് B എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ, അതായത് സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ. ഗ്രാഫ് മാത്രം വരച്ചാൽ മതി. ഓക്കെ, ഇവിടെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മീറ്റർ/സെക്കൻഡ്, ടൈം സെക്കൻഡ്. ശരി, C ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ദി എബോവ് ഗ്രാഫ് ഒബ്റ്റെയിൻ ആൻ ഇക്വേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം, ഈ ഗ്രാഫിൽ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? S = ut + ½ at² ആണ്. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷൻ. ഈ ഫോമിലാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഡിറൈവ് ചെയ്യാൻ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ വരച്ച പോലെ ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഏരിയ കണ്ടുപിടിച്ചത് ഇതൊരു വലിയ ട്രപ്പീസിയായിട്ട് എടുത്ത് ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ഫോമിൽ ഡിറൈവ് ചെയ്യാൻ ട്രപ്പീസിയായിട്ട് എടുത്താൽ ശരിയാവില്ല. നമ്മൾ ഇതിനെ രണ്ടായിട്ട് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. എന്നിട്ട് ഇതിനൊരു പേരിടാം, OABCD, അല്ലേ? ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് S = ഏരിയ ഓഫ് ദിസ് ഫിഗർ, അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്കറിയാം, ½ ഇൻറ്റു ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ V0, ഇതാണ് ബേസ്. V0 തൊട്ട് C വരെ, അതാണല്ലോ അതെടുത്ത ടൈം T, അല്ലേ? V0 തൊട്ട് C വരെയാണ് അതിൻ്റെ ടൈം എന്ന് പറയുക. അപ്പം ½ ഇൻറ്റു T ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസാണ്. ഇത്രയും ഡിസ്റ്റൻസാണ് ഹൈറ്റ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസാണ് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റിയാണ് V. ടോട്ടൽ ഡിസ്റ്റൻസ് V. ഇത്രയും ഡിസ്റ്റൻസാണ് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി V0. ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ് V0, ഇനിഷ്യൽ വെലോസിറ്റി. ഫുൾ ഡിസ്റ്റൻസ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഇതെന്ന് പറയുന്നത് V
മൈനസ് V0 ആയിരിക്കും. ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ നമുക്ക് BC കിട്ടും. BC ആണ് നമുക്ക് വേണ്ട ആൾട്ടിറ്റ്യൂഡ്, ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് അല്ലേ, T ഇൻറ്റു, അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് V മൈനസ് V0 ആണ് അല്ലേ, V മൈനസ് V0. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്തിൻ്റെ ബ്രെഡത്താണ്. ലെങ്ത് എന്താണ്? T അല്ലേ, T ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് V0. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി S = V0T. ഞാൻ ആദ്യം എഴുതുന്നു, V0T പ്ലസ് ഹാഫ് ആദ്യം എഴുതി, T ഇൻറ്റു V മൈനസ് V0 അല്ലേ. നമുക്കറിയാം S = UT. UTക്ക് വരെ ഇവിടെ V0T ആണ്. V0T പ്ലസ് ഹാഫ് AT² ആണ് വരേണ്ടത്. നമുക്ക് V മൈനസ് V0യുടെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് V മൈനസ് V0 ഇവിടെ നിന്ന് മാറ്റണം. എങ്ങനെ മാറ്റാം? നമുക്കറിയാം ഫോർമുല V = V0 പ്ലസ് AT. V = U പ്ലസ് AT എന്ന് പറയുന്ന ഫോർമുലയാണ്. V = V0 പ്ലസ് AT. അതിൽ നിന്ന് നമുക്ക് കിട്ടും V മൈനസ് V0 എന്ന് പറഞ്ഞാൽ എന്താണ്? AT ആണ്. അപ്പോൾ V മൈനസ് V0ക്ക് വരെ എന്ത് കൊടുക്കാം? AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ S = V0T പ്ലസ് ഹാഫ് ഇൻറ്റു T ഇൻറ്റു V മൈനസ് V0ക്ക് പകരം AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ S = V0T പ്ലസ് ഹാഫ് ഇൻറ്റു A ഇൻറ്റു 2 T ഉണ്ട്, T ഇൻറ്റു T². ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. S = V0T പ്ലസ് ഹാഫ് AT². അപ്പോൾ എന്ത് ചെയ്യുക? രണ്ട് ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യുക. ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളുമായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് എഴുതുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു T ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ T ഇൻറ്റു ഈ ഹൈറ്റ് എന്ന് പറയുന്നത് V മൈനസ് V0 ആണ്. ഇത്രയും ഹൈറ്റ് V മൈനസ് V0 പ്ലസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ലെങ്തിൻ്റെ പുറത്ത് T ഇൻറ്റു V0. ഓക്കെ, അതിനുശേഷം ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. എന്നിട്ട് V മൈനസ് V0ക്ക് പകരം എന്ത് കൊടുക്കുക? V മൈനസ് V0ക്ക് പകരം നമ്മുടെ നേരത്തെ ഫോമിൽ നിന്ന് AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ ആവും S = V0T പ്ലസ് ഹാഫ് AT². ഇതാണ് ഡെറിവേഷൻ. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ശരി, ഗുഡ് ബൈ.